ചക്രവർത്തിയുടെ അധികാരപത്രം വാങ്ങി ക്രിസ്ത്യാനികളായി ആരെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അവരെ കൊല്ലുവാൻ ദമസ്കോസിലേക്ക് പുറപ്പെട്ട പൗലോസിന് റോമൻ ചക്രവർത്തിയുടെ അധികാരപത്രം വാങ്ങി ക്രിസ്ത്യാനികളായി ആരെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അവരെ കൊല്ലുവാൻ ദമസ്കോസിൽ നിന്നും എരുസലേമിലേക്ക് പുറപ്പെട്ട ശൗലിന് യേശു പ്രത്യക്ഷപ്പെടുകയും ശൗലിനെ പൗലോസാക്കി മാറ്റുകയും പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായി മാറ്റുകയും ചെയ്തു. ജീവൻ അവഗണിച്ച് യേശുവിൻ്റെ ഒരു ധീരപടയാളിയായി വളരെയേറെ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചു. 3 മിഷണറി യാത്രകൾ നടത്തി. അവയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് പ്രാണനെ വിലയേറിയതായി കാണാതെ അഹോരാത്രം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അനേകം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ആസിയയിലും അദ്ദേഹം പ്രവർത്തിച്ചു. ആസിയയിൽ ജനം അർത്തമിസ് മഹാദേവിയുടെ വിഗ്രഹമുണ്ടാക്കി അവയ്ക്ക് ക്ഷേത്രങ്ങളുണ്ടാക്കി അവയെ നമസ്കരിച്ചു വന്നു. പൗലോസ് തനിക്ക് വെളിപ്പെട്ട യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തുകയും അനേകർ വിഗ്രഹാരാധന വിട്ട് ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. യഹൂദന്മാരും മറ്റു പല പുരുഷന്മാരും ഇതിൽ നീരസ പൂണ്ടു പൗലോസിനെ കൊല്ലുവാൻ നോക്കി. പൗലോസിന് അവരിൽ നിന്നും മരണകരമായ പല പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. എന്നാൽ പൗലോസ് നിരാശപ്പെട്ടില്ല. യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ഈ സംഭവങ്ങൾ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവരോട് തുറന്നു പറഞ്ഞു അവരെ ധൈര്യപ്പെടുത്തുന്നതായി കാണുന്നു. ഈ വാക്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഈ ആപൽഘട്ടങ്ങളിൽ ഏറ്റവും അനുയോജ്യമാണ്. പൗലോസ് പറയുന്നത് കേൾക്കൂ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. മരണകരമായ ചുറ്റുപാടുകളിലൂടെ കടന്നുപോയപ്പോൾ മാനുഷികമായി പൗലോസ് അപ്പോസ്തലൻ ഒന്ന് പതറിയെങ്കിലും പിന്നീട് ദൈവത്തിൽ ആശ്രയിച്ച് ഉറപ്പിച്ചു പറയുന്ന 4 കാര്യങ്ങളുണ്ട്. 1, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു. 2, ഭയങ്കര മരണത്തിൽ നിന്നും ഞങ്ങളെ യഹോവ വിടുവിച്ചു. 3, വിടുവിക്കുകയും ചെയ്യും. 4, മേലാലും വിടുവിക്കും എന്ന് അവനിൽ ഞങ്ങൾ ആശ വച്ചിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വചനങ്ങൾ നാം ഉറച്ചു വിശ്വസിക്കണം. ദൈവം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. ഒരു ദൈവ പൈതലിന് കഷ്ടങ്ങളും ക്രൂശും ഉണ്ട്. അവയെടുത്ത് യേശുവിൻ്റെ പുറകെ വരുവാനാണ് യേശു പറഞ്ഞത്. കഷ്ടതകളുടെയും ക്രൂശിൻ്റെയും ഭാരം കൂടുന്തോറും കർത്താവ് നൽകുന്ന കൃപകളും കൂടും. സകല കഷ്ടങ്ങളിലും ദൈവം നമ്മെ ആശ്വസിപ്പിക്കും, വിടുവിക്കും. നാം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുകയും ചെയ്യും. കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാനും അവർക്ക് ആശ്വാസമാകുവാനും കഴിയൂ. വീണ്ടും പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കേൾക്കൂ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. 2 കൊരിന്ത്യർ 1:4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. നമ്മുടെ എല്ലാ വേദനകളും ദൈവം കാണുന്നു. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു. നാം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറുന്നു. അവൻ നമ്മെ സകല രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും എന്നും വിടുവിക്കുന്നു. അതിനാൽ രോഗഭയമോ മരണഭയമോ വേണ്ട. പരിപൂർണമായി യേശുവിൽ തന്നെ ആശ്രയിക്കുക. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ തന്നെ പാർക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു.
അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. 57 സങ്കീർത്തനം 1-2 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com